എലമെൻ്റ് ഓഫ് ഫർണിച്ചറാണ് ഇപ്പം നമ്മൾ പറയാൻ പോണ വിഷയം. അതായത് ഫർണിച്ചർ എന്ന് പറയുന്ന സാധനം ഓരോ റൂമിൻ്റെ സൈസും അതിന് കറസ്പോണ്ടിങ് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഇപ്പോൾ സൈസ് ഓഫ് ദി റൂംസ് എങ്ങനെയാണോ അതനുസരിച്ചിട്ട് വേണം ഫർണിച്ചറിൻ്റെ ബൾക്കിനെസ് കൊണ്ടുവരാനായിട്ട്. കഴിയുന്നത്ര വലിപ്പമുള്ള റൂംസ് ആണെങ്കിൽ ബൾക്കി ഫർണിച്ചറുകളൊക്കെ നന്നായിട്ട് പോകുമായിരിക്കും. അല്ലാതെ ഒതുങ്ങിയ ടൈപ്പ് വീടുകളാണെങ്കിൽ വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഫീലിംഗ് കൊടുക്കുന്ന രീതിയിലുള്ള ഫർണിച്ചറുകളുണ്ട്. ഇപ്പം ഈ ഫർണിച്ചറുകൾക്ക് ഒരുപാട് PVC ഫർണിച്ചറുകൾ തന്നെ സോളിഡ് വുഡ് തോറ്റു പോകുന്ന രീതിയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ കുറേയധികം വീടുകൾ ലൈറ്റ് ഫർണിച്ചറുകൾ ഉപയോഗിച്ചിട്ടുള്ള വീടുകൾ കുറച്ചും കൂടി എന്താ ഗുണമെന്ന് വെച്ചാൽ ചെറിയ വീടുകൾക്കൊക്കെ വലിപ്പം തോന്നിക്കും റൂംസൊക്കെ. നമ്മളിപ്പോൾ ഒരു വീടിനകത്ത് വെക്കുന്ന ഫർണിച്ചർ റൂം സൈസിനേക്കാളും വലിയ വോളിയം വരികയാണെങ്കിൽ ദാറ്റ് വിൽ ബി എ നൈസ് ഓർ അഗെയിൻ നമ്മളെ കണ്ണിനൊരു സുഖമില്ലാത്ത രീതിയിൽ അത് നിറഞ്ഞു നിൽക്കും. വായിലിങ്ങനെ വെച്ച് ഒരു വലിയ സാധനം വെച്ചാലിരിക്കും അതുപോലെ ആയിട്ട് മാറും. അപ്പം അതുകൊണ്ട് അതൊക്കെ ഒരു ഇൻറ്റീരിയർ ഡിസൈനർ, കാരണം ഇന്നത്തെ കാലത്ത് ഏത് വീട് ചെയ്യണമെങ്കിലും ആർക്കിടെക്ട്സും ഇൻറ്റീരിയർ ഡിസൈനേഴ്സും ഈക്വൽ റോൾ ഉണ്ടെന്ന് വേണം പറയാം. കാരണം ആർക്കിടെക്ട്സിന് സ്ട്രക്ചർ ലെവലിൽ കഴിഞ്ഞാലും പിന്നെ ബ്യൂട്ടിഫിക്കേഷൻ ലെവലിൽ ഇൻറ്റീരിയർ ഡിസൈനറാണ് വരുന്നത്. അപ്പോൾ അവിടെയും പ്രഗത്ഭരായിട്ടുള്ള ആർക്കിടെക്ട്സ് തന്നെ ഉണ്ട്. ആർക്കിടെക്ട്സ് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യാൻ പഠിച്ചിട്ടുള്ളവരാണ്. അവർ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഒരു റൂം ഭാവനയെ കാണുമ്പോൾ തന്നെ ഇൻറ്റീരിയർ ഡിസൈൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യാറുള്ളൂ. അപ്പം അവിടെയും നമുക്ക് കോംപ്രമൈസ് ഇല്ലാതെ ടെക്നോളജി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ റൂമിലെയും ഫർണിച്ചർ ലൈറ്റ് വീടാണെങ്കിൽ ലൈറ്റ് ടൈപ്പ് ഫർണിച്ചർ ഇട്ടിട്ട് വിഷ്വലൈസ് ചെയ്ത് കണ്ടിട്ട് അത് വാങ്ങിക്കാം. അപ്പം ടെക്നോളജി വീണ്ടും അവിടെയും വളരെ വലിയൊരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.